ജീവിത ലക്ഷ്യങ്ങൾക്ക് നടുവിൽ ആ പാവം അപ്പനും അമ്മയും ജീവിക്കാൻ മറന്നുപോയി. മക്കൾക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന മാതാപിതാക്കൾ ജീവിതത്തിൽ തങ്ങൾ എന്തായി തീരണമെന്ന് മാത്രം ആ മാതാപിതാക്കൾ മക്കളെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നു. കുടുംബത്തിന്റെ അല്ലലും അലച്ചിലും അവർക്ക് അപരിചിതമായി മാറി. കമ്പല്ലൂർ സെന്റ് അൽഫോൻസ ഇടവക തിരുനാളിന്റെ ഭാഗമായി ഞങ്ങൾ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു അകലെ. അകലെ ആരോ പാടും ഒരു നോവു പാട്ടിൻ്റെ നേർത്തരാഗങ്ങളോർത്തു പോവുന്നു ഞാൻ. അകലെ അകലെ. പപ്പ ഇന്നെനിക്ക് മിഠായി കൊണ്ടുവന്നോ? കൊണ്ടുവരാതെ പിന്നെ ടോമിക്ക് മിഠായി, ടീനയ്ക്ക് പുത്തനുടുപ്പ്. എന്റെ മക്കൾ ഇങ്ങോട്ട് വന്നേ. എന്തിനാ ഇച്ചായ ഈ വെയിലത്ത് ഇത്ര കഷ്ടപ്പെടുന്നത്? ആകെ വാടി തളർന്നല്ലോ എന്റെ ഇച്ചായൻ. അതിനെന്താ മേരി, ഈ കുഞ്ഞുമക്കളുടെ ചിരി കാണുമ്പോഴേ എന്റെ എല്ലാ ക്ഷീണവും മാറും. ഈ പാവം അപ്പനെയും അമ്മയും മറക്കുമോ മക്കളെ? ഒരിക്കലുമില്ല മമ്മി. ഞാൻ വലുതാകുമ്പോൾ പപ്പ ഈ പണിക്കൊന്നും വിടുകയില്ല. പപ്പയ്ക്ക് ഇരിക്കുവാൻ വലിയൊരു കസേര വാങ്ങിക്കൊടുക്കും. ഞാൻ പപ്പായ്ക്കും മമ്മിക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കും. നമുക്ക് വലിയൊരു കാറൊക്കെ വാങ്ങി എപ്പോഴും യാത്ര പോകണം, കേട്ടോ? മതി മതി, ഇതൊക്കെ കേൾക്കുന്നതാണ് ഈ അപ്പന്റെ അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്നത്. നിങ്ങൾ നല്ല നിലയെത്തിയാൽ മാത്രം മതി. നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ സമാധാനത്തിൽ സന്തോഷത്തിൽ എന്നും ആയിരിക്കണം. അതാണ് ഈ അപ്പന്റെ അമ്മയുടെ പ്രാർത്ഥന. പപ്പാ, മമ്മി, ഞങ്ങളെ വേദപാഠത്തിന് സിസ്റ്റർ പഠിപ്പിച്ച ആക്ഷൻ സോങ് കളിച്ചു കാണിക്കട്ടെ? ആഹാ മേരി, നമ്മുടെ മക്കള് കൊള്ളാമല്ലോ. മക്കളുടെ ആക്ഷൻ സോങ് നമുക്കൊന്ന് കാണാം. ടീന, നീയും നിന്റെ കൂട്ടുകാരും ആദ്യം കളിക്ക്, പിന്നെ ഞാനും എന്റെ കൂട്ടുകാരും. കൂട്ടുകാരെ, എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഇച്ചായ, നമ്മുടെ മക്കൾ വളർന്നു മിടുക്കരായല്ലോ. അതെ മേരി, പഠിക്കുവാനും അവർ മിടുക്കരാണ്. നല്ല മാർക്കുമുണ്ട് നമ്മുടെ മക്കൾക്ക്. അവർക്ക് വിദേശത്തേക്ക് പോകാനാണ് ആഗ്രഹം. അവരുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. പപ്പ, എനിക്ക് ലണ്ടനിൽ പോയി പഠിക്കുവാനാണ് ആഗ്രഹം. അതിനെ പറ്റിയൊരു കോഴ്സും കണ്ടുവച്ചിട്ടുണ്ട്. മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുവാനല്ലേ ഈ അപ്പനും അമ്മയും ഇവിടെയുള്ളത്. എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ കനൽ വീഴാതെ ഞങ്ങൾ കൂടെ ഉണ്ടാവും മക്കളെ. വർഷങ്ങൾ കടന്നുപോയി. പഠനത്തിന് ശേഷം ടോണിയും ടീനയും വിദേശത്ത് ജോലിക്ക് പോകുകയാണ്. എപ്പോഴും തണുത്ത കാലാവസ്ഥയ്ക്ക് യോജിച്ച വസ്ത്രങ്ങൾ ധരിക്കണം കേട്ടോ. ഓ പപ്പ, അതിനൊക്കെ അവിടെ സൗകര്യം ഉണ്ടാവും. പപ്പ വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ടോണിക്കുട്ട, ടീന മോളെ, നിങ്ങൾ അവിടെ ചെന്നാലേ ജോലിക്കിടയിൽ സമയത്തിന് തന്നെ ഭക്ഷണം കഴിക്കാൻ മറക്കരുത് കേട്ടോ. ഓ ശരി പപ്പ. പപ്പ, ഞങ്ങൾ അവിടെ ചെന്ന് കൊട്ടാരം പോലെ വലിയൊരു വീട് വെച്ച് പപ്പയും മമ്മിയെയും രാജാവും രാജ്ഞിയുമായി അതിൽ കഴിക്കും. ഞങ്ങൾക്ക് കൊട്ടാരമൊന്നും വേണ്ട മക്കളെ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് വിളിക്കണം. നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോഴാ ഞങ്ങൾക്ക് ആകട്ടെ. നമുക്ക് അവിടെ വരെ പോയി വന്നാലോ? ഓക്കെ പപ്പ. ബിൻസിയേട്ടയുടെ കല്യാണം നമുക്ക് കളറാക്കണം. ഞാനത് ഏറ്റടി പെണ്ണെ. ഗുഡ് ഈവനിങ് ഡിയർ വൺസ്. മാർഗംകളിയുടെ ചുവടുവെപ്പുകളുമായി മേരി ആന്റിയും കൂട്ടുകാരും വേദിയിൽ. ഒരു നല്ല കൈയടി കൊടുത്തേ.
ടോണിക്ക് ഇന്നലെ എന്തോ ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നെന്നാ പറഞ്ഞേ. ടീനയാണെങ്കിൽ വിളിച്ചിട്ട് കുറെ ദിവസമായി. മെസ്സേജ് അയച്ചാൽ തിരക്കാണ് എന്ന ഒറ്റ മറുപടി മാത്രം. അതല്ലടി, മരുന്നിന്റെ മണം മാത്രം നിറഞ്ഞ ഈ മുറിയില് അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. നമ്മൾ വിളിച്ചാൽ അവർക്ക് ദേഷ്യമാണ് ചായ. എപ്പോഴും ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുത്. ഞങ്ങൾക്ക് ഇവിടെ ജോലി തിരക്കാണെന്നാണ് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ടീന പറഞ്ഞത്. എനിക്ക് വിഷമമായി ചായ. നമ്മൾ അവരെ പഠിപ്പിച്ചത് അവരിൽ നിന്ന് പണം വാങ്ങിക്കാനല്ലല്ലോ, കുറച്ച് സ്നേഹം കിട്ടാനല്ലേ. സാരമില്ല മേരി, അവർ അവിടെ സുഖമായിരിക്കട്ടെ. ഈ കൈകൾ തളർന്നുപോയി. ഒരു കാലത്ത് അവരെ തോളിലേറ്റിയ കൈകളാണിത്. ഇപ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോലും നിന്റെ സഹായം വേണ്ടേ മേരി? ഓ, തുടങ്ങി. എന്റെ ഇച്ഛായൻ ഇപ്പോഴും 17-കാരനല്ലേ? നമ്മുടെ പഴയ പ്രണയകാലമൊക്കെ ഓർക്കുന്നില്ലേ ഇച്ഛായൻ? എന്റെ മേരി, അതൊക്കെ ഒരു കാലം. കൊടി വീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി വേണം. കൊടി വീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി വേണം. പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്. മന്നാവഴി വരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്. അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. ഒടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. അറിയാതെ കഥ നാട്ടിലാരുമേ അറിയാതെ, കാറ്റുപോലും അറിയാതെ, അവൾ പോലും അറിയാതെ, മണിമാമൂടിക്കേറിയതെന്ത് കൊതിച്ചാണ്. അവളെ കാണണം, ഒരു കൊതി കാണണമെന്നൊരു തോന്നൽ കൊണ്ടാണ്. അവൾ ആരുടെ പെണ്ണാണ്? ഒടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പറയാതെ ഒരു വാക്ക് പോലുമേ പറയാതെ, അകലങ്ങൾ മായാതെ, ഇഷ്ടങ്ങൾ പകരാതെ, അവളെങ്ങോ മാഞ്ഞതിലിങ്ങനെ വേദന എന്താണ്? ആ പുണ്യ മനസ്സിലൊളിച്ചിടുന്നത് ആരുടെ പേരാണ്? അതിനുത്തരം എന്താണ്? ഒടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡടി മേളം. പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്. അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്. അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. ഒടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡടി മേളം. മേരി, മേരി, ഇച്ഛായ, ഇച്ഛായ, എന്ത് പറ്റി എന്റെ ഇച്ഛായന്? എന്ത് പറ്റി ഇച്ഛായ? മക്കളെ ഒന്ന് വിളിക്ക്, എനിക്ക് അവരെ കാണാൻ കൊതിയാകുന്നു. എടാ ടോണി, അപ്പയ്ക്ക് തീരെ വയ്യടാ. ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. നീ ഒന്ന് സംസാരിക്കടാ. അമ്മേ, ഞാനിപ്പോൾ വലിയൊരു കോൺഫറൻസിലാണ്. മിനിറ്റുകൾക്ക് ലക്ഷങ്ങളുടെ വിലയുണ്ട് ഇവിടെ. പപ്പയ്ക്ക് വയ്യെങ്കിൽ അവിടെ ആരെങ്കിലും കാണില്ലേ? ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. ഞാൻ വൈകിട്ട് വിളിക്കാം.
ബഹളം. ഞങ്ങൾ ഈ വഴി പോയപ്പോൾ ഒച്ച കേട്ടത് കൊണ്ട് വന്നതാ. മോനെ, ഇച്ചായനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇവിടെ ആരുമില്ല. ഒന്ന് സഹായിക്കടാ. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളില്ലേ ഇവിടെ. ലിജോ, എടാ വണ്ടി വേഗം സ്റ്റാർട്ട് ചെയ്യും. രാവിലെ നീ പപ്പയുടെ മരുന്നിന്റെ കുറിപ്പടി എടുക്കണേ. ഇച്ചായ, ഒന്ന് നോക്കിയ ഇച്ചായ, കണ്ണു തുറന്ന് ഒന്ന് നോക്കിയ ഇച്ചായ. ഇതാ നമ്മുടെ മക്കൾ വിളിക്കുന്നു. കണ്ണു തുറക്കിച്ചായ. പപ്പ എന്നോട് ക്ഷമിക്കൂ പപ്പ. മമ്മി, പപ്പായോടൊന്ന് എന്നോട് ക്ഷമിക്കാൻ പറ. എനിക്ക് വരാൻ പറ്റുന്നില്ല. ലാസ്റ്റ് മിനിറ്റിലാ എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ആയത്. മമ്മി, ഞാനിങ്ങോട്ട് പോരുണ്ടായിരുന്നു. പപ്പയെ അവസാനമായി ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ലല്ലോ. മമ്മി, പപ്പയുടെ നെറ്റിയിൽ എന്റെ വക ഒരു ഉമ്മ കൊടുക്കാമോ? എന്തു ഫലമാ മക്കളെ നിങ്ങൾക്കുണ്ടായത്? പപ്പാജീവനോടെ ഇരുന്നപ്പോൾ ഒരു വിളിക്ക് വേണ്ടി ആ പാപം എത്ര കൊതിച്ചതാ. മരിച്ചു കഴിഞ്ഞ് ചുംബനം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം നൽകുന്നതാണ്. അത് അവർക്ക് ജീവിക്കുവാനുള്ള ഒരുപാട് പ്രേരണ നൽകും. പഠിപ്പും പണവും പ്രശസ്തിയും ഉണ്ടാക്കാം. പക്ഷേ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ കുറച്ച് സമയം കൂടെ ഇല്ലെങ്കിൽ ഈ കാണിക്കുന്ന കണ്ണീരിന് എന്തു വിലയാണുള്ളത്? ഈ ദുരവസ്ഥ നാളെ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ. അകലേ അകലേ